പ്രജൻസി കണ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ന്യൂസ് ഡെസ്കിൽ നിന്ന് അച്യുതൻ കൂടി ചേരുന്നുണ്ട്. അച്യുതൻ, ഈ 15 പേർ മരിച്ചു എന്നുള്ള കണക്കുകൾ ദേശീയ മാധ്യമങ്ങളൊക്കെ നൽകുന്നുണ്ട്. റെയിൽവേ അക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു വിശദീകരണം നൽകണം. അവർ അതുമായി ബന്ധപ്പെട്ട് എന്ത് നൽകുമെന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഇപ്പോൾ NDRF സംഘം കൂടി അവിടെ എത്തിയതായി കൂടി അറിയുന്നുണ്ട്. അച്യുതൻ ചേരുന്നുണ്ട്. അച്യുതൻ, എന്തൊക്കെയാണ് പുതുതായി ലഭ്യമാകുന്ന വിവരങ്ങൾ? അച്യുതൻ, സംഘം ഈ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നിലവിൽ പക്ഷേ നേരത്തെ റെയിൽവേ പറഞ്ഞത് പ്രകാരം ഈ സ്ഥിതി നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. എന്തായാലും മറ്റേതെങ്കിലും നടപടികൾ ദൌത്യം ഇതിന്റെ ഭാഗമായി ഉണ്ടോ എന്നത് വ്യക്തമല്ല. എന്തായാലും NDRF സംഘം ഇപ്പോൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. പ്രാഥമിക ഘട്ടത്തിൽ അഗ്നിരക്ഷാ സേനയും ഡൽഹി പോലീസും റെയിൽവേയുടെ പോലീസും ഉൾപ്പെടെ സംയുക്തമായി ചേർന്നുകൊണ്ടാണ് ഈ ദൌത്യത്തിന്, ഈ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ള ദൌത്യങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഒപ്പം തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു തിരക്ക് അനുഭവപ്പെടുകയും അതൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ ചെല്ലുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. നിരവധി പേർക്ക് ഇപ്പോഴും എത്ര പേർക്കാണ് കൃത്യമായി പരിക്കേറ്റത് എന്നുള്ള കൃത്യമായ കണക്ക് പുറത്തു വന്നിട്ടില്ല. 30ഓളം പേർക്ക് പരിക്കേറ്റതായും ചില റിപ്പോർട്ടുകൾ ഉണ്ട്. ഇതിൽ 15 പേർ മരിച്ചതായാണ് LNJP ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. മറ്റേതെങ്കിലും ആശുപത്രിയിൽ പരിക്കേറ്റവർ ചികിത്സയിൽ കഴിയുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അത് നിലവിൽ അത്തരമൊരു അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള സ്ഥിരീകരണങ്ങൾ വരേണ്ടതാണ്. എന്നാൽ മാത്രമേ അക്കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകുകയുള്ളൂ. എന്നാലും നിലവിൽ 15 പേർ മരിച്ചതായുള്ള വിവരങ്ങൾ വരുന്നു. അതിൽ 3 കുട്ടികൾ ഉൾപ്പെടുന്നു. ഇന്ന് 10 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ 13, 14, 15 പ്ലാറ്റ്ഫോമുകളിലായാണ് ഇത്തരമൊരു തിരക്ക് അനുഭവപ്പെട്ടത്. 2 ട്രെയിനുകൾ വൈകിയതും ഈ ഭക്തർ മഹാകുംഭമേളയിൽ പങ്കെടുക്കാനായി എത്തിയ ഭക്തർ ഉൾപ്പെടെ അവിടേക്ക് എത്തിയതുമാണ് ഈ പ്ലാറ്റ്ഫോമുകളിൽ ഇത്തരമൊരു അനിയന്ത്രിതമായ തിരക്ക് അല്ലെങ്കിൽ ഒരു യാത്രക്കാർ അവിടെ എത്തുന്നതിലേക്ക് നയിച്ചത് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ റെയിൽവേ പ്രാഥമിക ഘട്ടത്തിൽ കാരണമായി സ്ഥിരീകരിക്കുകയുണ്ടായി. എന്തായാലും ഇനി കൂടുതൽ വിവരങ്ങൾ, ഇത് ഏത് തരത്തിലുള്ള വീഴ്ചയാണ് ഇവിടെ ഉണ്ടായത് എന്നടക്കമുള്ള കാര്യങ്ങൾ അത് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരേണ്ടതാണ്. കാരണം പൊതുവെ യാത്രാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ സുഗമമായ നടത്തിപ്പ് അത് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. നേരത്തെ ഈ മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട് നിരവധി സ്പെഷ്യൽ ട്രെയിനുകൾ ഇതിനു വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ടെന്ന് റെയിൽവേ മന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത്തരം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതെങ്ങനെയാണ് ഇത്തരം ഒരു അപകടത്തിലേക്ക് നയിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ റെയിൽവേ തന്നെയാണ് വിശദീകരണം നൽകേണ്ടത്. കാരണം ഈ വലിയ രീതിയിൽ യാത്രക്കാർ എത്തുമ്പോൾ അത് നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്വം അത് റെയിൽവേക്കുണ്ട്. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ പറ്റിയോ അതോ ഇതെങ്ങനെയാണ് ഇത്തരം ഒരു അപകടം ഉണ്ടായത് എന്നതിലേക്ക് വ്യക്തത വരേണ്ടതാണ്. എന്തായാലും അത്തരം കാര്യങ്ങൾ കൂടി പുറത്തു വരേണ്ടതായി ഉണ്ട്. പക്ഷെ മരണം സംബന്ധിച്ച ഈ നിലവിൽ നമുക്ക് മുന്നിലുള്ള കണക്കുകൾ, ഈ 15 മരണങ്ങൾ അത് LNJP ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന സ്ഥിരീകരണങ്ങൾ മാത്രമാണ്. അതിന് പുറത്തേക്ക് അതുണ്ടോ എന്നതും സംബന്ധിച്ച് കൃത്യതയില്ല. മറിച്ച് പരിക്കേറ്റവരുടെ എണ്ണം സംബന്ധിച്ചും ഇതുവരെയും ഒരു കൃത്യമായ വിവരം പുറത്തു വന്നിട്ടില്ല. ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും പെട്ട് 15 പേരാണ് മരിച്ചതിൽ 3 കുട്ടികൾ ഉൾപ്പെടുന്നു. 30ഓളം പേർക്ക് ഈ അപകടത്തിൽ പരിക്കുണ്ട് എന്ന തരത്തിൽ ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.